കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. നെൽവിത്തിന്റെ ഗുണനിലവാരക്കുറവും കീടബാധയും മൂലം കൃഷി നശിച്ച കുട്ടനാട്ടിലെ മുഴുവൻ കർഷകർക്കും സർക്കാർ ഏക്കറിന് 30 ക്വിന്റൽ നെല്ലിന്റെ വില നഷ്ടപരിഹാര തുകയായി കണക്കാക്കി നൽകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പ് ലെഗേറ്റും ഇൻഫാം ദേശീയ രക്ഷാധികാരിയുമായ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ആവശ്യപ്പെട്ടു. കുട്ടനാട്ടിലെ മങ്കൊമ്പ്, തെക്കേക്കര, മൂലം, പൊങ്ങമ്പ്ര പാടശേഖരത്തിൽ വരിയും കവിടയും മൂലം കൃഷിനാശം സംഭവിച്ച പാടശേഖരം മാർ റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ഒരു ജനതയെ മുഴുവൻ തീറ്റിപ്പോറ്റുന്ന കർഷകരുടെ നിലവിളികളും അപേക്ഷകളും കൃഷിവകുപ്പും ഉദ്യോഗസ്ഥരും കേൾക്കുകയും കാണുകയും ചെയ്യണം. അടുത്ത കൃഷിക്കുള്ള വിത്തും വളവും സൗജന്യമായി നൽകണമെന്നും മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ആവശ്യപ്പെട്ടു. കുടുംബങ്ങളെ പടുത്തുയർത്തുന്നതിലും വ്യക്തികൾക്ക് രൂപം നൽകുന്നതിലും നിർണായകമായി ദൗത്യം നിർവഹിക്കുന്ന മാതൃത്വം മഹനീയ സ്ഥാനമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. അതിരൂപത മാതൃവേദിയുടെ 44ാം ജന്മവാർഷിക സമ്മേളനം ഏറ്റുമാനൂർ ക്രിസ്തുരാജ പള്ളി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. മാതൃവേദി പ്രസിഡന്റ് ബീന ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അതിരമ്പുഴ ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടകത്തിൽ അനുഗ്രഹ പ്രഭാഷണവും അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ആമുഖ സന്ദേശവും നൽകി. സംസ്ഥാനത്തെ ബെസ്റ്റ് നഴ്സ് അവാർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ സുമ ജോസിന് മാതൃവേദിയുടെ പ്രത്യേക ആദരവ് മാർ തോമസ് തറയിൽ സമ്മാനിച്ചു. വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള സുപ്രധാന യോഗം ബത്തേരിയിൽ നടന്നു. ബത്തേരി രൂപതയുടെ ശ്രേയസ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. പദ്ധതിയുടെ ഭാവി പ്രവർത്തനത്തെക്കുറിച്ച് കാരിത്താസ് ഇന്ത്യയുമായി സംയുക്ത പഠന ചർച്ചയും സ്റ്റാർട്ട് ഫണ്ട് ടീം മീറ്റിംഗും ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ജെയിംസ് ഗോഡ്ബർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് രൂപത സാമൂഹ്യ വികസന പുനരുദ്ധാരണ സംഘടനയായ ജീവനെയും മാനന്തവാടി രൂപത നേതൃത്വം നൽകുന്ന വയനാട് സാമൂഹ്യ സേവന സൊസൈറ്റിയും ബത്തേരി രൂപതയുടെ ശ്രേയസ് സാമൂഹ്യ പുരോഗമന സംഘടനയും കേരള സോഷ്യൽ സർവീസ് ഫെഡറേഷനും സീഡും കാരിത്താസ് ഇന്ത്യയുടെയും നേതൃത്വത്തിലാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. ESA കരട് വിജ്ഞാപനത്തിൽ സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് താമരശ്ശേരി രൂപത ചാൻസലർ ഫാദർ സെബാസ്റ്റ്യൻ കവളക്കാട്ട് ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് കല്ലനോട് യൂണിറ്റ് സംഘടിപ്പിച്ച ESA പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥ ESA മാപ്പ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ ഉടൻ ലഭ്യമാക്കി സർക്കാർ നിലപാട് അറിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത സെക്രട്ടറി ജോൺസൺ കക്കയം മുഖ്യപ്രഭാഷണം നടത്തി. കാലഘട്ടത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കുവാൻ യുവജനങ്ങൾക്കാകണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. KCYM SMYM തലശ്ശേരി അതിരൂപതയുടെ പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പൈസക്കരി ഫൊറോനയുടെ ആതിഥേയത്വത്തിൽ ചന്ദനക്കാമ്പാറ ചെറുപുഷ്പം പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. ജോലി സാധ്യതകൾ തേടാൻ വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ ചുറ്റുപാടിലെ സാധ്യതകളെ ഉപയോഗിക്കുവാൻ യുവജനങ്ങൾക്കാകണമെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ജോയൽ പുതുപ്പറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി ആമുഖ പ്രഭാഷണം നടത്തി. ദിശ എന്ന് പേരിട്ടിരിക്കുന്ന അതിരൂപത സമിതിയുടെ പ്രവർത്തന വർഷ ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തുടർന്ന് മുൻ അതിരൂപത ഭാരവാഹികളെയും ഫൊറോന പ്രസിഡന്റുമാരെയും ആദരിച്ചു. ചെറുപുഴ മേഖല KCYM SMYM സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ഫൊറോനയുടെ ഡയറക്ടറായിരുന്ന ഫാദർ ഷിൻസ് കുടിലിന്റെ സ്മരണാർത്ഥം ആരംഭിക്കുന്ന ഓർമ്മയ്ക്കായി ഒരു നേരം എന്ന പദ്ധതിയുടെ ലോഗോ പ്രകാശനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നിർവഹിച്ചു. വരുന്ന ഒരു വർഷക്കാലം ഓരോ മാസവും ഓരോ അഗതി മന്ദിരങ്ങൾ സന്ദർശിച്ച് അവരോടൊപ്പം സമയം ചിലവഴിക്കുകയും അവർക്കൊരു നേരം ഭക്ഷണം നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. ലോഗോ പ്രകാശന ചടങ്ങിൽ ഡയറക്ടർ ഫാദർ ആന്റണി മറ്റേക്കാട്ടിൽ, തലശ്ശേരി അതിരൂപത KCYM SMYM ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും മൂലം ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ നേതൃത്വത്തിൽ NFI കിറ്റുകൾ വിതരണം ചെയ്തു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സീഡിന്റെ സഹായത്തോടെയാണ് കിറ്റ് വിതരണം നടത്തിയത്. ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ജെയിംസ് ഗോഡ്ബൻ ഉദ്ഘാടനം ചെയ്തു. ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്കായി കാരിത്താസ് ഇന്ത്യ, KSSF, സീഡ് എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. കേരള കത്തോലിക്ക സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രേഷിത ദീപ്തിയിൽ ASMI സന്യാസിനി സമൂഹം സുവർണ ജൂബിലി ആഘോഷിച്ചു. ചീരഞ്ചിറയിലുള്ള ജനറലേറ്റിൽ നടന്ന ജൂബിലി സമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെ ദൈവപരിപാലനയുടെ തണലിൽ നേരിട്ട് പ്രേഷിത ശുശ്രൂഷകൾ നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ് സന്യസ്തരെന്ന്
മാർ പെരുന്തോട്ടം പറഞ്ഞു. തക്കല ബിഷപ്പ് മാർ ജോർജ് രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് വാണിയപ്പുറയ്ക്കൽ സുവനീർ പ്രകാശനം ചെയ്തു. കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കിയുള്ള പ്രേക്ഷിത ശുശ്രൂഷ നിർവഹിക്കുവാൻ സഭ സജ്ജമാകണമെന്ന് ഡോക്ടർ ഐസക് മാർ പീലിക്സിനോസ് എപ്പിസ്കോപ്പ. ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ മിഷണറി പ്രസ്ഥാനമായ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ 135-ാം വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതുവാഹകരായി മതബഹുലതയുടെ മധ്യത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവിത മാതൃകയുടെ അടയാളപ്പെടുത്തലുകൾ പങ്കിടണമെന്നും ബിഷപ്പ് ഓർമ്മപ്പെടുത്തി. വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ മിഷണറി സമ്മേളനത്തിൽ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ വചന ശുശ്രൂഷ നിർവഹിച്ചു. സമൂഹത്തെ കരുതുന്ന പ്രതിജ്ഞാബദ്ധമായ നേതൃത്വമാണ് ഇന്നിന്റെ ആവശ്യമെന്ന് ഡോക്ടർ തെയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. മാർത്തോമ സഭ ആരംഭിക്കുന്ന ആശാനിലയം പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കരുതലിന്റെ ശുശ്രൂഷ സഭയുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സീറോ മലബാർ സഭ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ കീഴിൽ വെർത്തിങ്ങിൽ പുതിയ മിഷൻ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. രൂപത ബിഷപ്പ് മാർ ജോസഫ് സ്രാമ്പിക്കൽ സന്നിഹിതനായിരുന്ന ചടങ്ങിൽ രൂപത കോർഡിനേറ്റർ ഫാദർ ടോം ഓലിക്കരോട്ട് മിഷൻ പ്രഖ്യാപനം ചെയ്തുകൊണ്ടുള്ള ബിഷപ്പിന്റെ സർക്കുലർ വായിക്കുകയും മിഷൻ ഡയറക്ടർ ഫാദർ മാത്യു മുളവോലിന് നൽകുകയും ചെയ്തു. മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക റാസയ്ക്ക് ശേഷം പങ്കെടുത്തവർക്കായി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ശ്രീ ജോളി ജോസഫ്, ശ്രീ ജോർജ് പാലാട്ടി, ശ്രീമതി ലിൻസി ഷെൽജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. KCBC മദ്യവിരുദ്ധ സമിതി വടക്കൻ മേഖല സമ്മേളനം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്നു. വികാരി ഫാദർ ജോഷി ആലൂർ സന്ദേശം നൽകി ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത KCBC മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ റവറൻ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി എരുമപ്പെട്ടി ഫൊറോന പ്രൊമോട്ടറും മുൻ ഡയറക്ടറുമായ ഫാദർ ഡേവിസ് ചക്കാലക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തൃശൂർ അതിരൂപത പ്രസിഡന്റ് VM അഗസ്റ്റിൻ, PRO ലിൻഡോ ഫ്രാൻസിസ്, എരുമപ്പെട്ടി ഫൊറോന പ്രസിഡന്റ് CK ജോർജ് എന്നിവർ സംസാരിച്ചു. ഒക്ടോബർ 2-ന് തൃശൂർ വ്യാകുലമാത ബസലിക്ക പള്ളിയിൽ നടക്കുന്ന 27-ാം വാർഷിക സമ്മേളനത്തെക്കുറിച്ച് അവതരണം നടത്തി. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പുരാതനമായ പുതുക്കുറിച്ചി സെയിന്റ് മൈക്കിൾസ് ഫൊറോന ദേവാലയത്തിൽ 476-ാം തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മതബോധന സമിതിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ബൈബിൾ പാരായണം നടത്തി. കഴിഞ്ഞ വർഷം 475-ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 475 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്തിയിരുന്നു. കുട്ടികളും മുതിർന്നവരും ഭക്തിയോടെ ബൈബിൾ പാരായണത്തിൽ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ രാജശേഖരന്റെ പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടി ബൈബിൾ പാരായണം ആരംഭിച്ചു. പങ്കെടുത്തവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇടവക സഹവികാരി ഫാദർ ദീപു ക്രിസ്റ്റഫർ നൽകി. സിസ്റ്റർ റീറ്റ കുന്നുമേൽ ഈ ഉദ്യമത്തിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കൾക്കും മാതാവിന്റെ ചിത്രവും ജപമാലയും നൽകി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒറ്റയാനായിരിക്കാനല്ലെന്നും കുടുംബമായിരിക്കാനാണെന്നും ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയിംസ് പാലക്കൽ. അരുവിക്കുഴി ലൂർദുമാതാ പള്ളിയിൽ SD സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ കടന്നുവന്ന കുടുംബ വിശദീകരണ പരിപാടി ഏൽറോയ് 2024 സമാപന ദിവസത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു മോൺസിഞ്ഞോർ പാലക്കൽ. തുടർന്ന് നടന്ന സമ്മേളനം ജോബ് മൈക്കൽ MLA ഉദ്ഘാടനം ചെയ്തു. മോൺസിഞ്ഞോർ ജെയിംസ് പാലക്കൽ അധ്യക്ഷത വഹിച്ചു. റവറൻ ഡോക്ടർ റോയി പഴയപറമ്പിൽ സന്ദേശം നൽകി. തലശ്ശേരി അതിരൂപത വൈദികരുടെ ആദ്യ ബാച്ചിന്റെ വാർഷിക ധ്യാനം പരിസമാപിച്ചു. MCBS സഭാംഗമായ റവറൻ ഫാദർ ജോർജ് കാട്ടൂർ MCBS ആണ് ധ്യാനം നയിച്ചത്. തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും വിവിധ ഇടവകകളിലും വിവിധ സ്ഥാപനങ്ങളിലും സേവനം ചെയ്യുന്ന അച്ഛന്മാർക്ക് തങ്ങളുടെ മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് യേശുവുമായി അടുത്ത് ഇടപഴകാൻ കിട്ടിയ മൂല്യമായ അവസരമാണ് ഈ ധ്യാനമെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദികർക്ക് വേണ്ടിയും അതിരൂപതയിലെ എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടനാട് ഫൊറോന സൺഡേ സ്കൂൾ കലോത്സവത്തിൽ കാവുകണ്ടം സെയിന്റ് മരിയ ഗൊരേത്തി സൺഡേ സ്കൂൾ 3ാം സ്ഥാനം കരസ്ഥമാക്കി. കടനാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന സമാപന സമ്മേളനത്തിൽ കടനാട് സെയിന്റ് അഗസ്റ്റിൻ ഫൊറോന പള്ളി വികാരി ഫാദർ അഗസ്റ്റിൻ അരഞ്ഞാണി പുത്തൻപുരയ്ക്കൽ നിന്നും കാവുകണ്ടം സെയിന്റ് മരിയ ഗൊരേത്തി സൺഡേ സ്കൂളിലെ മത്സര വിജയികളായ വിദ്യാർത്ഥികളും അധ്യാപകരും ട്രോഫി ഏറ്റുവാങ്ങി. റംബാൻ പാട്ട്, സുറിയാനി പാട്ട് എന്നീ മത്സരങ്ങളിൽ 1ാം സ്ഥാനവും രക്ഷാകര വേദ കീർത്തന മത്സരത്തിൽ 2ാം സ്ഥാനവും നേടി.
സോൾട്ട് പ്രോഗ്രാമിന്റെ ആദ്യ പരിപാടി സെപ്റ്റംബർ 22 ഞായറാഴ്ച ഏടൂർ സെയിന്റ് മേരീസ് ഫൊറോനയിൽ വെച്ച് നടന്നു. തലശ്ശേരി അതിരൂപത കാറ്റഗറ്റിക്കൽ അപ്പസ്റ്റോലേറ്റ് 12 വർഷത്തെ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ബോധവൽക്കരണ സെമിനാറാണ് സോൾട്ട്. അതിരൂപത കാറ്റഗറ്റിക്കൽ അപ്പസ്റ്റോലേറ്റ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജേക്കബ് വെണ്ണായപ്പള്ളിയിൽ അച്ഛനും കാറ്റഗിസം ടീം അംഗങ്ങളുമാണ് ആദ്യ ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകിയത്. പ്രായോഗിക പരിശീലനം പൂർത്തിയാക്കുന്ന കുട്ടികൾ ഇനി ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി മാറി യഥാർത്ഥ ക്രൈസ്തവ സാക്ഷ്യം നൽകുന്നവരാകണമെന്നും പ്രണയ ചതിക്കുഴികളെക്കുറിച്ചും ലഹരി എന്ന തിന്മയെക്കുറിച്ചും ജീവിത വിജയം എങ്ങനെ സ്വന്തമാക്കാം എന്നതിനെക്കുറിച്ചുമുള്ള അവബോധവും ക്ലാസുകളിലൂടെ നൽകി. തലശ്ശേരി അതിരൂപതയിലെ 19 ഫൊറോനകളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 6 സെന്ററുകളിലായിട്ടാണ് സോൾട്ട് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. KCYM കുടിയാൻമല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെമ്പേരി ഫൊറോന യുവജനങ്ങൾക്കായി കുടിയാൻമല ഫാത്തിമ മാതാ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയായിരുന്ന ഫാദർ ഷിംസ് കുടിലിൽ ഷട്ടിൽ ടൂർണമെന്റ് നടത്തപ്പെട്ടു. കുടിയാൻമല വികാരി റവറൻഡ് ഫാദർ പോൾ വള്ളോപ്പള്ളി ഉദ്ഘാടനം ചെയ്ത ടൂർണമെന്റിൽ അസിസ്റ്റന്റ് വികാരി അഭിലാഷ് ചെല്ലങ്കോട്, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കോർഡിനേറ്റർ സിജോ കണ്ണേഴത്ത്, ഷാരോൺ വെട്ടിക്കുഴി, ഡെൽന ഇളങ്കുന്നത്തുപുഴ, ആൽബിൻ ജിജി വെട്ടിക്കൽ എന്നിവർ സംസാരിച്ചു. ലോക ഫിസിയോതെറാപ്പി ദിനാചരണത്തിന്റെ ഭാഗമായി എരനെല്ലൂർ ഇൻഫന്റ് ജീസസ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അമല മെഡിക്കൽ കോളേജ് ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഫിസിയോതെറാപ്പി പരിശീലനവും ബോധവൽക്കരണ പരിപാടികളും നടത്തി. അമല മെഡിക്കൽ കോളേജ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി CMI, ഫിസിയോതെറാപ്പി വിഭാഗം മേധാവി ശ്രീമതി സുമി റോസ്, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ കൊച്ചുത്രേസ്യ വടക്കൻ എന്നിവർ സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.